ഇന്നത്തെ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. പാർട്ട് 2 ആയിട്ടാണ് കാണിക്കുന്നത്. ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് ഇൻഡോർ ഗാർഡൻ്റെ പ്ലാന്റ് സെക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇൻഡോർ ഗാർഡന് ആവശ്യമായിട്ടുള്ള സെറാമിക് പോട്ട്സ്, ഫൈബർ പോട്ട്സ്, അതുപോലെ തന്നെ പ്ലാന്റ് സ്റ്റാൻഡുകൾ, അങ്ങനെ നമ്മൾ യുണീക്കായിട്ട് കാണുന്ന ഒരുപാട് സെറാമിക് പോട്ട്സ് നമ്മളിവിടെ കണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള അയൺ സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ വോൾ ഹാങ്ങിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹായ്, ഞാൻ സാലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇത് കൊക്കഡാമ ഡിസ്റ്റിഡിയാണ്. ഇത് ഒരുപാട് പ്ലാന്റ്സ് ഒരുമിച്ചാണ് കൊക്കഡാമയായിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബുഷിയായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിത് റിവേഴ്സായിട്ട് ഹാങ് ചെയ്തിടാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഹുപ്പേർസിയ സെറേറ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് ഫെർമോസ് എന്ന് പേരുണ്ട്. നല്ല ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റാണ്. ശരിക്കും ഇവിടുത്തെ ഒരു മദർ പ്ലാന്റ് എന്ന് തന്നെ പറയാം. അത്രയേറെ ഭംഗിയാണ്. നമുക്ക് റിവേഴ്സായിട്ട് പ്ലാന്റ് നടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാന്റ്സ് വളരെ നല്ലതായിരിക്കും. ഈ കാണുന്ന പോട്ട്സ് നമുക്ക് ബാൽക്കണിയിലാണെങ്കിലും അല്ലെങ്കിൽ വെർട്ടിക്കൽ ഗാർഡനിലാണെങ്കിലും വെക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മണി പ്ലാന്റ്സിൻ്റെ കൂടെ കാണുമ്പം കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഇതൊക്കെ സിങ്കോണിയമാണ്. ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മണി പ്ലാന്റ്സ് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഗോൾഡൻ പോത്തോസ് ആണെങ്കിലും, എൻജോയ് പോത്തോസ് ആണെങ്കിലും, സാറ്റിൻ പോത്തോസ്, അതുപോലെ തന്നെ മാർബിൾ പ്രിൻസ്, മാർബിൾ ക്യൂൻ പോത്തോസ്, ഏത് തന്നെ ആണെങ്കിലും നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോൺസ്റ്റർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം എല്ലായിടത്തും നമുക്ക് കാണുന്ന കുറേയേറെ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. കൊക്കഡാമയിൽ ചെയ്തിരിക്കുന്ന ബേർഡ്സ് നെസ്റ്റ് ഫേൺ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് നോക്കിയാൽ അറിയാം, നല്ല വലുപ്പമുള്ള, അതുപോലെ തന്നെ കുറച്ച് കേൾസ് ഒക്കെ ഉള്ള. കൊക്കഡാമയിലായത് കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. ഏത് ബാൽക്കണിയിലാണെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിടാം. ഇത് നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പാകത്തിനുള്ള മൂൺ കാക്ടസ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ ആ കളർ കൊണ്ടാണ് അത്രയും നമുക്ക് എടുപ്പ് തോന്നുന്നത്. ഈ കാണുന്ന ഹവാത്തിയ സീബ്ര പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ അഗ്ലോണിമ കാണാം. ബൾക്കായിട്ട് നമ്മൾ പ്ലാന്റ്സ് വാങ്ങിക്കുവാണെങ്കിൽ ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കിട്ടും. ഇല്ല, നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മതിയെങ്കിൽ റീറ്റെയിലായിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഈ ഷോപ്പിൻ്റെ ഓണറായ ജെറിയുടെ മകനാണ് ക്രിസ്. ക്രിസിൻ്റെയാണ് ഷോപ്പ്. ക്രിസിന് എല്ലാ പ്ലാന്റ്സിനെ പറ്റി നല്ല അറിവാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ പേരുകളും ഒക്കെ അറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ്. മോൺസ്റ്റർ പ്ലാന്റ്സ് കാണാൻ സാധിക്കും. ഇതെല്ലാം തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ടും. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേര് കലാത്തിയ മെഡാലിയൻ ആണ്. ഇത് ശരിക്കും എക്സോട്ടിക് ആയിട്ടുള്ള റെയർ പ്ലാന്റ്സ് ആണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം അഗ്ലോണിമ പിങ്ക് വെറൈറ്റീസിൽ വരുന്നതാണ്. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ശരിക്കും നേരിട്ട് കാണുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ അഗ്ലോണിമ ബട്ടർഫ്ലൈ വെറൈറ്റീസിലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇതിനെല്ലാം പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. എന്നാലും കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് അഗ്ലോണിമ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ്. ഒരുപാട് വെറൈറ്റീസിലുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട്. അഗ്ലോണിമ പ്ലാന്റിൻ്റെ വേറൊരു പേരാണ് ചൈനീസ് എവർഗ്രീൻ.
ഈ കാണുന്ന അഗ്ലോണിമ പ്ലാന്റിൻ്റെ പേര് ഐവി ഗ്രീൻ എന്ന് പറയുന്നുണ്ട്, അഗ്ലോണിമ മൂൺലൈറ്റ് ബേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ലീവ്സിൻ്റെ വേരിയേഷനാണ് ശരിക്കും ആ ഒരു പ്ലാന്റിനെ എടുത്ത് കാണിക്കുന്നത്. ഈ കാണുന്ന ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേര് ഡിസ്റ്റിഡിയാണ്. ഇതിൻ്റെ ഓരോ സ്റ്റെമ്മിലും വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ റൂട്ട്സ്. ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ അകത്ത് ക്രീമും ഗ്രീനും ആയിട്ടുള്ള ഒരു വേരിയേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ലക്കി ബാംബൂസ് ആണ്. ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് ഒരുപാട് തന്നെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടുത്തെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ സ്പൈറലായിട്ടുള്ള ലക്കി ബാംബൂസാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണത് വെച്ചിരിക്കുന്ന ആ സ്റ്റൈല് തന്നെ നല്ല രസമുണ്ട്. ശരിക്കും ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. ഇത്രയും ലെങ്ത്തിലുള്ള സ്പൈറൽ ബാംബൂസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളധികം കാണാത്ത കൊക്കഡാമ സ്റ്റൈലിലുള്ള ആന്തൂര്യമാണ്. ഇത് ഹാങ് ചെയ്ത് എവിടെ വേണമെങ്കിലും ഇടാം. വളരെ കുറച്ച് വെള്ളം മാത്രം മതി. ഇതെല്ലാം ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ വേറൊരു ടൈപ്പാണ്. കുറച്ചും കൂടെ കേളി ആയിട്ടുള്ളത് കോബ്ര ഫേൺ പ്ലാന്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിനെ അറിയപ്പെടുന്നത്. ഇപ്പം നമ്മളുടെ വീടുകളിൽ തന്നെ എംപ്റ്റി സ്പേസ് കവർ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. ഗാർഡൻ നല്ല കളർഫുൾ ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഓപ്ഷനാണ് അഗ്ലോണിമ. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത തന്നെയാണ് മറ്റ് പ്ലാന്റ്സിൽ നിന്നും വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. ഇതെല്ലാം CC പ്ലാന്റ്സ് ആണ്. ഈ കാണുന്ന പ്ലാന്റിന് വൻ ഡിമാൻഡാണ്. കാരണം ഇവൻറ്റുകാർ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഫ്ലോറിസ്റ്റുകളും എല്ലാം തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലാന്റാണ് ഡ്രസീനിയ. ഇപ്പോൾ വീണ്ടും ആന്തൂര്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പഴയ പോലെ തന്നെ ആന്തൂര്യത്തിൻ്റെ ആ ഒരു ഭംഗി തിരിച്ചു വരികയാണ്. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെല്ലാം. ഈ കാണുന്ന പ്ലാന്റ്സിൻ്റെ പേരാണ് സാറ്റിൻ പോത്തോസ്. പല വെറൈറ്റീസിലുള്ള പോത്തോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സാറ്റിൻ പോത്തോസ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ആന്തൂര്യം കാണാൻ ഇതിൻ്റെ ഓരോ ഫ്ലവേഴ്സ് എടുത്ത് നോക്കിയാലും എന്ത് കളർഫുള്ളാണല്ലേ. നമ്മളുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഷോപ്പിൽ കൂടുതൽ പ്ലാന്റ്സും ഇങ്ങനെ മുകളിലേക്ക് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താഴേന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ വളരെ മനോഹരമാണ്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ഫിഡിൽ ലീഫ് ഫിഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇൻഡോർ ആയിട്ട് വെക്കാൻ നല്ലൊരു പ്ലാന്റാണ്. എത്ര വലിയ പ്ലാന്റ്സ് ആണെങ്കിലും നമുക്ക് അതിന് പറ്റിയ പോട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന പ്ലാന്റ് പെപ്രോമിയ പ്ലാന്റ് ആണ്. ഇത് ഹാങ്ങിങ് ആയിട്ട് ഇടാനായിട്ട് നല്ലൊരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഫിലോഡെൻഡ്രോണിൻ്റെ ബർക്കിൻ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് ഇൻഡോർ ആയിട്ട് വെക്കാൻ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ്. ഇത് അരേക്ക പാമിൻ്റെ മിനിയേച്ചറാണ്. ഇതിന് പാർലർ പാം എന്ന് പേരുണ്ട്, ഡ്രോഫ് മൗണ്ടൻ പാം എന്ന് പേരുണ്ട്. പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഏറ്റവും നല്ലത് ഇതൊരു ചെറിയ പോട്ടിൽ വെക്കുന്നതാണ്. അരേക്ക പാം എല്ലാം തന്നെ നല്ലൊരു എയർ പ്യൂരിഫൈങ് പ്ലാന്റും കൂടിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് അഗ്ലോണിമ വൈറ്റ് റെയിൻ എന്നുള്ളത്. റെഡും അതുപോലെ തന്നെ ക്രീം കളറിലുള്ള സ്റ്റെമ്മും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് കാണുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് അഗ്ലോണിമ ഗോൾഡൻ മഡോണ എന്നുള്ളതാണ്. അതിൻ്റെ ലീവ്സൊക്കെ വളരെ തിന്നായിട്ടുള്ള ലീവ്സാണ്. ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ വാളകം ജംഗ്ഷൻ്റെ അടുത്ത് കോലംചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡയറക്റ്റായിട്ട് പ്ലാന്റ്സ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വാങ്ങിക്കാവുന്നതാണ്. ഈ കാണുന്ന കാർണിവോറസ് പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നെപ്പാന്തസ് പേരുണ്ട്, അതുപോലെ പിക്ചർ പ്ലാന്റ് എന്ന പേരുണ്ട്. ഇരപിഡിയൻ സസ്യമാണ് ഈ കാണുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഫൈക്കസ് അൾട്ടിസിമ. ഇതൊരു വേരിഗേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്.
വളരെ നല്ല ഭംഗിയാണ്. അതിൻ്റെ ആ ലീവ്സൊക്കെ അതിൻ്റെ ആ വേരിഗേഷൻസൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഡ്രസീന ലെമൺ ലൈം മഡഗാസ്കർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇതിന് ലെമൺ സർപ്രൈസ് എന്നും പേരുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ്സ് ആണ്. ഇതിൽ എല്ലാ തരത്തിലുള്ള പോത്തോസും നമുക്കിവിടെ വാങ്ങിക്കാൻ സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കുറേയേറെ പ്ലാന്റ്സ് നമുക്കൊന്ന് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ പ്ലാന്റ്സ് പരിചയപ്പെടാം. ഈ കാണുന്ന പ്ലാന്റ് വന്ന് പെപ്രേസിയ ഫാമിലിയിലുള്ള പൈപ്പർ സെർമെൻറ്റോസം എന്നാണ് ഇതിൻ്റെ പേര്. ലോലോട്ട് പെപ്പർ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ വെറ്റിലയായിട്ട് നല്ല സാമ്യമുള്ളതാണ്. ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റാണിത്. ഈ കാണുന്ന പ്ലാന്റാണ് ഡ്രസീന ധാരാസിംഗ് എന്നുള്ള പ്ലാന്റ്. വളരെ ഭംഗിയാണ്. അതുപോലെ തന്നെ റബ്ബർ പ്ലാന്റ്സ് കാണാം. ഫിഗ് ഫൈക്കസ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ശരിക്കും എയർ പ്യൂരിഫൈങ് പ്ലാന്റ്സ് ആണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ക്രിസും എൻ്റെ കൂടെ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ക്രിസ് വന്നിട്ട് UKGയിലാണ് പഠിക്കുന്നത്. മണി പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിയോൺ പോത്തോസ് ആണെങ്കിലും മാർബിൾ പ്രിൻസ് പോത്തോസ് ആണെങ്കിലും എൻജോയ് പോത്തോസ്, അതുപോലെ മാർബിൾ ക്യൂൻ പോത്തോസ്, അങ്ങനെ മോൺസ്റ്റർ പ്ലാന്റ്സ്, ഒരുപാട് ചെറിയ ചെറിയ തൈകൾ ഇവിടെ സെയിലിനുണ്ട്. സ്പൈഡർ പ്ലാന്റ്സ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. സാറ്റിൻ പോത്തോസ്. നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ സെറാമിക് പോട്ട്സും അതുപോലെ തന്നെ പ്ലാന്റ്സും ഒരുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. സെറാമിക്കിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നേരത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഒരുപാട് കാലം നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ആന്തൂറിയം. അത് കൊക്കഡാമ രീതിയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. നമുക്ക് ഹാങ് ചെയ്ത് എവിടെ വേണമെങ്കിലും ഇടാൻ സാധിക്കും. ഇതെല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. നമുക്ക് ഇൻഡോർ വേണമെങ്കിലും അല്ലെങ്കിൽ ഔട്ട്ഡോർ ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. CC പ്ലാന്റ്സ് ഒക്കെ നല്ല, അതിൻ്റെ ലീവ്സൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഹെൽത്തി ആണെന്ന്. അഗ്ലോണിമയുടെ ഈ ഒരു കളറ് പിങ്ക് ഷെയ്ഡിലുള്ളത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതിൻ്റെ റെഡും കാണാനും നല്ല ഭംഗിയാണ്. നല്ല ഡാർക്ക് റെഡായിട്ടുള്ളത് കാണാനും വളരെ ഭംഗിയാണ്. സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സെൻസവേരിയ പ്ലാന്റ്സ് നമുക്ക് ഈ ഒരു സൈഡിൽ റാക്കിലുണ്ട്. അപ്പം നമുക്ക് വന്ന് സെലക്ട് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ഒരിക്കലെങ്കിലും ഈ ഒരു ഷോപ്പിലേക്ക് വരിക. അതുപോലെ എല്ലാ പ്ലാന്റ്സിൻ്റെയും ചെറിയ തൈകൾ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. എനിക്ക് എല്ലാത്തിൻ്റെയും പ്രൈസ് പറയാൻ പറ്റാത്തൊരു കാര്യം ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ഒരു നഴ്സറിയാണ്. ഹോൾസെയിലും അതുപോലെ റീറ്റെയിലും ഒരുമിച്ച് പോകുന്നതാണ്. ഇത് ജിങ്കസ് ഫൈക്കസ് എന്ന് പറയുന്ന ഒരു ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബോൺസായി പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫൈക്കസ് ബോൺസായി പ്ലാന്റ്സ് ആണ്. നമ്മൾ പറയുന്ന ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ചെയ്ത് തരുന്നതായിരിക്കും. ക്രിസ്മസിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ പ്ലാന്റ്സ് പോകുന്നത്. കാരണം എല്ലാവരും ഇപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ ലൈവ് പ്ലാന്റ്സിൽ തന്നെയാണ് ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് 3 ലെയേഴ്സ് ആയിട്ടൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനത്തെ ഫൈക്കസ് പ്ലാന്റ്സ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇതിന് ഒരുപാട് ബുഷി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് നിർത്താവുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കാണാൻ തന്നെ.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് പ്ലാന്റ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഓർക്കുക. താങ്ക്